നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. പോളിംഗ് ബൂത്തിലേക്ക് 102 മണ്ഡലങ്ങൾ. ഇന്ന് നിശബ്ദ പ്രചാരണം. പ്രചരണാവേശത്തിൽ മുന്നണികൾ. രാഹുൽ ഗാന്ധി ഇന്ന് കണ്ണൂരിൽ. മുഖ്യമന്ത്രി പൊന്നാനി മണ്ഡലത്തിൽ. ദേശീയ നേതാക്കളും പ്രചരണത്തിൽ. കേരളം വിധിയെഴുതാൻ ഇനി 8 ദിവസം. പൂരാവേശത്തിൽ തൃശൂർ. വർണ്ണവിസ്മയമായി സാമ്പിൾ വെടിക്കെട്ട്. ഇന്ന് പൂര വിളംബരം. തൃശൂർ പൂരം നാളെ. ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയും ഇന്ന്. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. MD ശശിധരൻ കർത്തയെ ഇന്നലെ ചോദ്യം ചെയ്തത് മണിക്കൂറുകൾ. പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടരുന്നു. പക്ഷിപ്പനി ഭീതിയിൽ ആലപ്പുഴ. രോഗം സ്ഥിരീകരിച്ചതിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊല്ലും. മഴക്കെടുതിയിൽ വലഞ്ഞ് UAE. പലയിടത്തും വെള്ളക്കെട്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കി. കണ്ണൂർ മണിക്കടവിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിൽ ആനയെത്തുന്നതിൽ ആശങ്ക. നിരീക്ഷിച്ച് വനം വകുപ്പ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പാലക്കാട്. സർവീസ് ആരംഭിക്കുക തെരഞ്ഞെടുപ്പിന് ശേഷം. തൃശൂരിൽ പൂരാവേശം. പൂരാരവം കോ-പവർഡ് ബൈ പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഐബസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. ആൻഡ് NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. തൃശൂരിൽ ഇന്ന് പൂര വിളംബരമാണ്. നെയ്തലക്കാവ് ഭഗവതി പൂര വിളംബരത്തിനായി പുറപ്പെട്ടു. വടക്കുനാഥനോട് അനുവാദം വാങ്ങി തെക്കേ ഗോപുര നട വഴി പുറത്തു വരുന്ന ഭഗവതി നിലപാട് തറയിലെത്തി പൂര വിളംബരം നടത്തും. നാളെയാണ് തൃശൂർ പൂരം. എൽദോ പോൾ പുതുശ്ശേരിയാണ് പൂരനഗരിയിൽ നിന്നും ചേരുന്നത്. എൽദോ, വലിയ ആവേശത്തിലായിരിക്കും തൃശ്ശൂരുകാർ. ഇനിയുള്ള ഈ 2 ദിവസം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൂരലഹരിയിലാണ്. എങ്കിൽ പോലും ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെയാണുള്ളത്? എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, പൂരാവേശത്തിലേക്ക് എത്തുകയാണ് തൃശ്ശൂരിൽ പൂരത്തിന്റെ വിളംബരം. അതിനുള്ള സമയമാണ് ഇപ്പോൾ. അതായത് നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ വടക്കുനാഥന്റെ സന്നിധിയിലേക്ക് പോകുന്ന സമയമാണ്. ഇപ്പോൾ ഏതാണ്ട് വിയൂർ പാലം കഴിഞ്ഞതേ ഉള്ളൂ. തത്സമയം അത് വലിയ ആഘോഷമായി തന്നെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാറിന്റെ മേലേറി വരികയാണ് നെയ്തലക്കാവ് ഭഗവതി. എന്നാണെങ്കിലും ഒരുപാട് ജനങ്ങൾ പൂരം വിളംബരത്തിന്റെ ഈ ആദ്യ പരിപാടികളിൽ, ചടങ്ങുകളിൽ പങ്കെടുക്കാനായി പങ്കുചേരുന്നുണ്ട്. ദേവസ്വം ബോർഡ് അംഗം MP മുരളീധരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇത്തവണത്തെ ഒരു പൂരത്തിന്റെ ഒരു ഒരുക്കങ്ങളൊക്കെ? എന്താണ് പൂരത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് കുറെ, യഥാർത്ഥത്തിൽ ഇന്ന് പൂരത്തിന്റെ വിളംബരം നടക്കുന്നത് എന്നാണ്. അതെ, നെയ്തലക്കാവിലമ്മ നെയ്തലക്കാവിൽ നിന്ന് പുറപ്പെട്ട് വടക്കുന്നാഥനിലെത്തി ഭഗവാനെ വണങ്ങി ഒക്കെ ഗോപുര നട തുറക്കുമ്പോഴാണ് യഥാർത്ഥത്തില് പൂരത്തിന്റെ വിളംബരമാവുന്നത്. എല്ലാവരും തൃശ്ശൂര് മൊത്തം പൂരത്തിന്റെ ഒരു ആവേശത്തിലാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെ വളരെ നല്ല മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ മറ്റ് 10 ഘടകപൂരങ്ങൾ എല്ലാവരും ചേർന്നിട്ടാണ് ഈ പൂരം നടത്തുന്നത്. ഓക്കെ, ഈ പൂരത്തിന്റെ സമയത്ത് ഈ തൃശ്ശൂരുകാര് ഒത്തൊരുമയോടുകൂടി, തൃശ്ശൂർ എന്നല്ല കേരളം മുഴുവൻ, രാജ്യത്തിന്റെ ഒരു വലിയ ഉത്സവമാണല്ലോ തൃശ്ശൂർ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ തന്നെ ഒരു ഐക്കണാണ് തൃശ്ശൂർ പൂരം. ഇതിനകത്ത് ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ പങ്കെടുക്കുന്ന, ആവേശത്തോടു കൂടി തന്നെ ആസ്വദിക്കുന്ന ഒരു
പൂരമാണ് തൃശ്ശൂർ പൂരം. മേളത്തിന്റെയും ഗജവീരന്മാരുടെയൊക്കെ ആ ഒരു വലിയ പ്രാധാന്യം ഈ പൂരത്തിനുണ്ട്. അതെ അതെ. ഇപ്പോൾ അതായത് നെയ്തലക്കാവ് ഭഗവതി ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ഈ നാദസ്വരത്തിന് അകമ്പടിയോട് കൂടിയാണ് മുന്നേറുന്നത് ഈ പുറപ്പാട്. എന്താണെങ്കിലും ഇനി മണികണ്ഠനാലിൽ ചെന്നാൽ അവിടെ മേളമായി മാറും അല്ലേ? മേളം നടക്കും. അത് നമ്മുടെ അനിയന്മാരുടെ നേതൃത്വത്തിലാണ് ഇന്ന് അവിടെ മേളം നടക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള മേളം. അതിനുശേഷം പിന്നെ നാളെ ആണെങ്കിൽ ഇലഞ്ഞിത്ര മേളം, കുടമാറ്റം, അങ്ങനെ ഒത്തിരി ചടങ്ങുകൾ വളരെ ആഘോഷത്തോടുകൂടി നടക്കുന്ന ഒരു 2-3 ദിവസങ്ങളാണ് ഇവിടെ തൃശ്ശൂരിൽ. അതെ അതെ. എല്ലാവരും വളരെ ആവേശത്തിലാണ്. ഈ പൂരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 200 വർഷം 200 വർഷമാവുന്നു പൂരത്തിന്റെ. അപ്പോ ഈ പൂരം ഇത്ര 200 വർഷത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന് അത് ഓരോ വർഷവും കഴിയുമ്പോഴും എന്താണ് തോന്നുന്നത്? അത് ഇങ്ങനെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധ കൊണ്ടും ഒക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ? അതെ, പൂരത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആവേശം വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം തോറും പുതിയ പുതിയ രീതിയിലേക്ക്, ആവേശത്തിലേക്ക് ജനങ്ങളിങ്ങനെ ഇതിനെ കയറേറ്റി കൊണ്ടുവരികയാണ്. ശരി, ഓരോ വർഷം ചെല്ലുന്തോറും ഇതിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ അതെ. ശരി, എന്നാലും ദേവസ്വം ബോർഡ് അംഗം എം പി മുരളീധരനാണ് നമ്മൾ സംസാരിച്ചത്. ഞാൻ നമ്മോടൊപ്പം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി കൂടി ചേരുന്നുണ്ട്. സേവ്യരേട്ടാ, പൂരത്തിന്റെ ആവേശത്തിലേക്കൊക്കെ എത്തിയോ? വളരെ വലിയ ആവേശത്തിലാണ്. തൃശൂർ പൂരത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണല്ലോ നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുരം തള്ളി തുറക്കുന്നത്. തീർച്ചയായും അതിനുള്ള തട്ടകത്തിന്റെ ആവേശകരമായ യാത്രയിലാണ്. ഈ എല്ലാ വർഷവും ഈ പൂരവിളംബരത്തിൽ ഇത് ഭാഗമാകാറുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഭാഗമാവാറുണ്ട്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം പൂരങ്ങളുടെ ഒരു നാടാണല്ലോ. കൂത്രാളിക്കാവ് പൂരം, അതുപോലെ ബച്ചാട് മാമാങ്കം, കുറ്റിയങ്കാവ് പൂരം. ഇവിടെയാണെങ്കിൽ നെയ്തലക്കാവും ചൂരക്കാട്ടുകരക്കാവും ഒക്കെ തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ ഘടകപൂരങ്ങളാണ്. പൂരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നാടാണ് യഥാർത്ഥത്തില് വടക്കാഞ്ചേരി. അപ്പൊ ഉത്രാളിക്കാവ് പൂരം നടക്കുമ്പോഴൊക്കെ തന്നെ അതിനോടൊപ്പം സഞ്ചരിച്ച ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ ആവേശമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ പറയട്ടെ, ഈ തവണത്തെ പൂരത്തിലൂടെ വേറൊരു പൂരം കൂടെ നടക്കുന്നുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തിന്റെ ഒരു മഹാപൂരമാണല്ലോ. തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ മഹാപൂരം അതിശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട്. ജനാധിപത്യം വിജയിക്കും എന്നിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. മതനിരപേക്ഷതയും ജനാധിപത്യവും വിജയിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലാണ്. ഇത് ഇപ്പൊ നമ്മളിപ്പോ വിയൂരെത്തിയല്ലേ? ഇവിടെ ഇത് മണ്ഡലം മാറിയോ? ആലത്തൂരിൽ ഇപ്പോ തൃശ്ശൂരിലേക്ക് കടന്നു. ഈ എങ്ങനെയുണ്ട്? ആദ്യം ആലത്തൂരിലെ കാര്യം ചോദിക്കട്ടെ. എങ്ങനെയുണ്ട് ആലത്തൂരിലെ ഒരു മത്സരം? പിന്നെ അറിയോ? ഓർമ്മയുണ്ടോന്നോ? മോന്റെ പേരെന്താ? സായിശ്യാം. എങ്ങനെയുണ്ട് സേവനായിട്ട്? എങ്ങനെ പരിചയം? അത് ഞാന് അന്നാള് അവിടെ ഇതിന് വന്നിട്ടുണ്ടായിരുന്നേ, ഞങ്ങളെ വീടിന്റെ അവിടെ ആട്ടൂര്. അപ്പൊ അവിടേക്ക് വന്നിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടുപരിച്ച ചോദിച്ചു. തനി തൃശ്ശൂരാ? പേരെന്താ പറഞ്ഞേ? സായിശ്യാം. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് അയാളെ 3 കൊല്ലം ചെറുപ്പമായിരിക്കുമോ അല്ലെ? അപ്പൊ എന്റെ അടുത്ത് വന്ന് ഫോൺ നമ്പർ ചോദിച്ചു. കൊറോണ കാലമൊക്കെ അല്ലേ? അപ്പൊ ഞാൻ അതിന് മറുപടി പറയുന്നത് വളരെ പിന്നെ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായി വന്നിരുന്നു. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലേ? മോനായിട്ട് പറഞ്ഞതാണ് സാറിനെ കാണാൻ ഹലോ പറയട്ടെ. അപ്പൊ സേവനായിട്ട് കാണാൻ വേണ്ടിയാണ് ഓടി മുന്നിലേക്ക് വന്നേ. ഈ MLA ആയിട്ട് എങ്ങനെയുണ്ട്? ഓക്കെ സേവനായിട്ട്, അപ്പൊ നമ്മൾ തൃശ്ശൂരും ഈ പറഞ്ഞ ശക്തമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്നു. ത്രികോണ മത്സരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു കേരളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം വരുമ്പോൾ ഇവിടത്തെ ഒരു പൂരച്ചൂട് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൽ? അല്ല, തെരഞ്ഞെടുപ്പ് സജീവമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ വിജയം ശക്തമായും പിന്നെ ഉറപ്പുവരുത്തത്തക്ക രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് നടക്കുന്നത്. തൃശ്ശൂർ പൂരം ഒരു മതനിരപേക്ഷ ജനാധിപത്യ കേന്ദ്രീകരണമാണ് യഥാർത്ഥത്തിൽ. എല്ലാ വിഭാഗത്തിന്റെയും പിന്നെ യോജിപ്പോടുകൂടി അവിടെ ജാതിയോ മതമോ പിന്നെ മറ്റു വിവേചനങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഉത്സവങ്ങളാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണല്ലോ. തീർച്ചയായിട്ടും അത് മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി ഉള്ള വിധിയെഴുത്ത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഈ 3 ദിവസം ഇവിടെ തൃശ്ശൂർ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ എവിടെ പോവാനാ? ഇവിടെ ഉണ്ടാവും. അപ്പൊ നാളെ ചൂരക്കാട്ടുകരക്കാവിൽ നിന്ന് പോരേണ്ടതായിട്ടുണ്ട്. തൃശ്ശൂരിലെ പൂരത്തിന്റെ എല്ലാ പിന്നെ ഭാഗമായി ഉണ്ടാവും. തീർച്ചയായിട്ടും കാണാം നമുക്ക് പുറകരയിൽ വെച്ചിട്ട്. ശരി. അപ്പോ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ആണ് നമ്മുടെ പ്രതികരിച്ചത്. ഈ പൂരത്തിന്റെ ഒരു ആവേശം അത് എല്ലാവരിലും ഉണ്ട്, നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ഒരുപാട് പേർ ചേർന്ന് ഇപ്പോൾ നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളിച്ച് അങ്ങോട്ട് വടക്കുന്നാഥിന്റെ അടുത്തേക്ക് എത്തുകയാണ്. എറണാകുളം ശിവകുമാറിന്റെ തോളിലേറിയാണ് ആ തിടമ്പ് വരുന്നത്. ഇനി നേരെ മണികണ്ഠനാലിൽ എത്തും. മണികണ്ഠനാലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു
നാദസ്വരത്തിന്റെ അകമ്പടിയോടുകൂടിയായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ. ഇത് തുടരുകയാണ്. എറണാകുളം ശിവകുമാറിന്റെ തോളിലേറി വരികയാണ് നെയ്തലക്കാവ് ഭഗവതി അശ്വതി. അത് ഇനി പൂര വിളംബരത്തിന്റെ സമയമാണ്. ഏതാണ്ട് 11 മണി ഓടുകൂടി അവിടെ എത്തും. 11:30 തെക്കേ നട തുറന്ന് എറണാകുളം ശിവകുമാർ തെക്കേ നട തുറന്ന് പുറത്തേക്ക് വന്ന് പൂര വിളംബരം നടത്തും. ശരി എൽദോ, എന്തായാലും ഗംഭീര കാഴ്ചയാണ് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എറണാകുളം ശിവകുമാർ തിടമ്പേറ്റ് നടന്നു വരുന്ന ആ കാഴ്ച, മനോഹര കാഴ്ച. എന്തായാലും കഴിഞ്ഞ വർഷം ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ പലയിടത്തു നിന്നായി വന്ന് കണ്ടുമുട്ടിയവർ, തൃശ്ശൂർ നഗരിയിൽ ഒത്തുചേർന്നവർ അടുത്ത പൂരത്തിന് കാണാമെന്ന് പറഞ്ഞു മടങ്ങിയപ്പോൾ അവരെല്ലാവരും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ആയി പൂരത്തിന് അങ്ങോട്ടേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു കൂടിച്ചേരൽ കൂടി, സൗഹൃദത്തിന്റെ ഉത്സവം കൂടിയാണ് തൃശ്ശൂർ പൂരം എന്ന് നമുക്ക് പറയാം. അങ്ങനെ പൂരം വിളംബരം ഇന്ന് നടക്കും, തൃശ്ശൂർ പൂരം നാളെ നടക്കും. വരും മണിക്കൂറുകളിലും തൃശ്ശൂരിൽ നിന്നുള്ള നല്ല കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എൽദോ പോൾ പുതുശ്ശേരി അവിടെ ഉണ്ടാകും. ഇന്നലെയായിരുന്നു സാമ്പിൾ വെടിക്കെട്ട് നടന്നത്. കാണികളിൽ ആവേശം പകരുന്ന തരത്തിലായിരുന്നു ആ വെടിക്കെട്ട്. വർണ്ണവിസ്മയങ്ങൾക്കിടയിലൂടെ ഊർന്നിറങ്ങിയ കുടകൾ കാഴ്ചക്കാർക്ക് കൗതുകമായി. അപ്പോൾ ഇന്നലെ നടന്ന സാമ്പിൾ വെടിക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത്രത്തോളം പൂരലഹരിയിലാണ് തൃശ്ശൂർ. നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ.
Co-presented by Berger Paints, 100 years of trust. Powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങളിലും ആസമിലെ 5ഉം ബീഹാറിൽ 4 മണ്ഡലങ്ങളിൽ നാളെയാണ് വോട്ടെടുപ്പ് നടക്കുക. ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് ഈ സംസ്ഥാനങ്ങളെല്ലാം എന്നുള്ളതാണ്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന് മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയാണ്. കേരളത്തിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ഒട്ടും കുറവില്ല. പ്രചാരണം ശക്തമാക്കി കളം പിടിക്കാൻ ശ്രമിക്കുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും. പൂരനഗരിയിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. പൂരനഗരിയിലും ചർച്ചാ വിഷയം തെരഞ്ഞെടുപ്പ് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. MG മിഥുനാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്നും. മിഥുൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് അവിടുത്തെ ആവേശം? പൂരാവേശത്തിലാണ് തൃശ്ശൂർ എന്ന് അറിയുന്നു. ഒപ്പം സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് പൂരനഗരിയിൽ തന്നെ ഉണ്ടാകും. ചെറിയൊരു ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്. എങ്ങനെയാണ് അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ? സ്ഥാനാർത്ഥികളെല്ലാം അവിടെ ഉണ്ടോ? അശ്വതി, തീർച്ചയായും ജനാഭിപ്രായം തേടിയുള്ള നമ്മളുടെ ഈ ഒരു വോട്ടോട്ടം എന്ന പരിപാടി ഇത്തവണ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ എനിക്കൊപ്പം നമ്മുടെ ക്യാമറമാനും സാരഥിയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ ആനയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ വണ്ടി തന്നെ ഒരു ആനയാക്കി മാറ്റാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനൊരു ഫ്രെയിം വെക്കാൻ ക്യാമറമാനോട് പറയുകയും ചെയ്തത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂരിലെ നിവാസികളുള്ളത്. ഒപ്പം തന്നെ ജനങ്ങളുള്ളത്. പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം തൃശ്ശൂർ പൂരമാണ്, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പൂരവും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു സാമ്പിൾ വെടിക്കെട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ തന്നെ അതിന്റെ ആ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ വലിയ രീതിയിൽ അതിന്റെ മിനുക്കുപണികളിലേക്ക്, അതായത് ഈ പടക്കം പൊട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നതിന്റെ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇനിയുള്ള മെയിൻ വെടിക്കെട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊക്കെയാണ് നമ്മൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പടിഞ്ഞാറെ ഗോപുര നടയിലാണുള്ളത്. നമ്മൾ രാവിലെ മോർണിംഗ് ഷോയിൽ വന്നപ്പോൾ തെക്കേ ഗോപുര നടയിലാണ്. അവിടെ നിന്നാണ് ഈ തെക്കേ ഗോപുര നട തള്ളി തുറന്നാണ് ഈ പൂരങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഇത്തവണ ഞാൻ ഇവിടെയുള്ള പടിഞ്ഞാറൻ നടയിൽ വലിയ ആളുകളുടെ ഒരു വലിയ ഒഴുക്കുണ്ട്. പല ജില്ലകളിൽ നിന്നും ഇവിടേക്ക് പല ആളുകളും ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് പ്രതികരണങ്ങൾ കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന്. സ്ഥിരമായി ഇവിടെ വരാറുള്ളതാണോ? അതെ, 2 നേരം തൊഴാൻ വരും. 2 ദിനം തൃശ്ശൂർ തന്നെയാണ്? തൃശ്ശൂർ തന്നെയാണ്. പൂരം എങ്ങനെയുണ്ട്? പൂരം അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. ആൾക്കാർ നോക്കൂ, തിരക്ക് കുറവാ. ഒപ്പം തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെ നടക്കുക? 3 സ്ഥാനാർത്ഥികളൊക്കെ കാണാറുണ്ടോ? പിന്നെ തൃശ്ശൂർക്കാർക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. പൂരത്തിനുള്ള ചൂട് പൂരത്തിൽ തന്നെ നിൽക്കും. തെരഞ്ഞെടുപ്പിന് പിന്നെ സമയമുണ്ടല്ലോ. അതിനെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് ഇതിന്റെ ഈ ഒരു പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരവരുടെ തൃശ്ശൂർക്കാർക്ക് അവരുടെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമല്ലേ പൂരം. തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ലല്ലോ, അതിന് ശേഷമേ വരുള്ളൂ. സെക്കൻഡ് പൂരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതേ ഉള്ളൂ. ഞാനിപ്പോ ഓരോരുത്തരോട് ചോദിച്ചു ഏതിനോടാണ് കൂടുതൽ ഇഷ്ടം, പൂരത്തോടാണോ ഇലക്ഷൻ? പൂരം കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഏത് ചാനൽ എന്തായി പിടിച്ചുകൊണ്ടിരിക്കണേ? പൂരത്തിന്റെ ഞങ്ങൾ ന്യൂസ് 18 ചാനലിൽ നിന്ന് വന്നിരുന്നു. അപ്പം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ജനാഭിപ്രായങ്ങൾ തേടുകയും ഒപ്പം തന്നെ പൂരത്തിന്റെ ഒരു വൈബൊക്കെ ഒന്ന് അറിയുന്നതിന് വേണ്ടി എത്തിയത്. സ്ഥാനാർത്ഥികൾ ആരാന്നൊക്കെ അറിയാം ഇവിടുത്തെ? എന്നെ കുഴക്കല്ല ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. എന്തായാലും ഞാൻ കൂടുതൽ കുഴപ്പമില്ല. കൂടുതൽ പ്രതികരണങ്ങൾക്ക് പോകണം. എവിടുന്നാണ് വരുന്നത്? മലപ്പുറത്ത് നിന്ന്. പൂരത്തിനായിട്ട് വന്നതാണോ? പോലീസുകാരാണല്ലേ? ഓ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ചൂടൊക്കെ? മലപ്പുറത്ത് ഇവിടെയാണോ ചൂട്? ഇവിടെ ചൂട് കുറവാണ്, എന്നാലും ഇന്നലെ ഉച്ചക്കൊക്കെ നല്ല ചൂടാണ്. രാവിലെ കുഴപ്പമൊന്നുമില്ല. ഇന്ന് എപ്പോഴാണ് ഡ്യൂട്ടി ആരംഭിക്കുന്നത്?
ഇനി ബ്രീഫിംഗ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഡ്യൂട്ടി ഉണ്ട്. അതെങ്ങനെയാണല്ലേ? എല്ലാ വർഷവും ഇങ്ങനെ ഡ്യൂട്ടി വർഷങ്ങളിൽ വരലുണ്ട്. വോട്ടൊന്നും രേഖപ്പെടുത്താൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ടോ? അല്ല, വോട്ട് ടൈമിൽ ഞങ്ങൾ തിരിച്ചു പോകും. നാളെ കഴിഞ്ഞ് തിരിച്ചു പോകും. മലപ്പുറത്തേക്ക് തന്നെ തിരിച്ചു പോകും. ഞങ്ങളുടെ ഒരു വോട്ടോട്ടം എന്ന ഒരു ജനാഭിപ്രായ സർവേ നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ ഓരോ ലോക്സഭാ മണ്ഡലത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിലെത്തിയേക്കാണ്. ഞങ്ങൾ മലപ്പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റന്നാൾ ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തേടി അവിടെ എത്തും. എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. എന്തായാലും പോലീസുകാരാണ്. ഇതിനെ രാവിലെ പോലീസുകാർക്ക് മുന്നിൽ ചെന്ന് പെട്ടല്ലേ? പോലീസുകാരാണെന്ന് അറിയാതെയാണ് അവരോട് അഭിപ്രായം ചോദിച്ചത് മിഥുൻ. എന്തായാലും ആ അമ്മ സംസാരിച്ചതേ അതുപോലെയാണ് എല്ലാവരും. ഈ തൃശ്ശൂര് സംസാരിക്കുന്നവരെല്ലാം അങ്ങനെയാണ്. അവര് ഈ പൂരവും തെരഞ്ഞെടുപ്പും കൂടി കൂട്ടിക്കുഴയ്ക്കേണ്ടെന്ന് പറയും. അത് സ്ഥാനാർത്ഥികളോട് ഇന്ന് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ചാൽ അവർ പറയും ഇന്ന് പൂരമല്ലേ, നമുക്ക് പൂരത്തെ കുറിച്ച് പറയാന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രതികരണങ്ങളല്ലേ ഈ തൃശ്ശൂരിൽ നിന്ന് ഇന്ന് കിട്ടുന്ന നമുക്ക്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ കുറച്ചു മുമ്പേ ആ അമ്മയോട് ചോദിച്ചപ്പോൾ തന്നെ അമ്മയുടെ പ്രതികരണം തന്നെ അത് തന്നെയാണ്. ഞങ്ങൾക്ക് ആദ്യം പൂരം, അതിന് സെക്കൻഡറി ഫാക്ടർ മാത്രമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയാണ്. അത് പലരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരും എല്ലാം ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഇലക്ഷന്റെ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ ഒരു മടിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരത് കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. എങ്ങനെയുണ്ട് പൂരം? പൂരം കൊള്ളാം. പൂരം ഇന്ന് രാത്രി തുടങ്ങി ശരിക്കും പൂരമാവുള്ളൂ. എല്ലാ വർഷവും വരാറുള്ളതാണ്? എല്ലാ വർഷവും വരാം. ഇലക്ഷൻ ഇതിനൊപ്പം നടക്കുന്നുണ്ട്. അതെങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല, ജയിക്കും. സുരേഷ് ഗോപി ജയിക്കും. ആഹാ, ഇത്തവണ തൃശ്ശൂരം കൊടുക്കും. അതെന്തുകൊണ്ടാണ്? പുള്ളി എടുത്തിരിക്കും. കാരണം കഴിഞ്ഞ മുൻകാലങ്ങളിലും തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അവസാനം വോട്ടെണ്ണി കഴിയുമ്പോഴത്തേക്ക് അത് മാറി മറിയുന്നത് കാണുന്നു. വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്ക് അധികം സമയം കിട്ടിയില്ല. അപ്പം സമയമുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനുശേഷം ചെയ്തിട്ടുണ്ട്. ആള് രാഷ്ട്രീയപരമായിട്ടല്ല, അല്ലാതെ തന്നെ കുറച്ച് വോട്ടുകൾ പുള്ളിക്ക് കിട്ടും. ഇത്തവണ എന്തായാലും കൊടുക്കാൻ തീരുമാനിച്ചു. എന്തായാലും സുരേഷ് ഗോപി ഇത്തവണ വിജയിക്കുമെന്നുള്ളൊരു പ്രതികരണമാണ് ആ ചേട്ടൻ നടത്തുകയും ചെയ്ത് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നടക്കുന്നുണ്ട്. പലരും ഈ തൃശ്ശൂർ ജില്ലയ്ക്ക് പുറമേയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഈ മേഖലയിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ഹോട്ടൽ റൂമുകളെല്ലാം അശ്വതി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പോലും താമസിക്കുന്നതിന് വേണ്ടി ഹോട്ടൽ റൂമൊക്കെ എടുക്കാൻ ചെന്നപ്പോഴൊക്കെ തന്നെ കിട്ടാനില്ലായിരുന്നു. കഷ്ടപ്പെട്ട് രാത്രിയിൽ ഇന്നലെ ഞങ്ങള് എറണാകുളത്തു നിന്ന് ഓടിപ്പിടിച്ച് രാത്രി 11:30 ആയപ്പോൾ എത്തിയത്. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടാണ് റൂമൊക്കെ കിട്ടുകയും ചെയ്ത്. അത്തരത്തിൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് പൂരം? എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവുന്നതാണ്? എനിക്കൊന്നും പറയാല്ല ചേട്ടാ. പൂരത്തെ കുറിച്ച് പറയുന്നത് ഓക്കെ. ചേട്ടന് പ്രത്യേകിച്ച് മിഥുൻ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ വിദേശത്ത് നിന്നുള്ള ആളുകളൊക്കെ തൃശ്ശൂർക്കാര് പ്രത്യേകിച്ച് അവര് നാട്ടിലേക്ക് വരാൻ തെരഞ്ഞെടുക്കുന്ന സമയം ഇതാണ്. പൂരം പ്രമാണിച്ചാണ് അവർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്നവരും അവിടെ കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവരപ്പോ ഇലക്ഷൻ പ്രചരണം കൂടി ഇത്തവണ കൂടാം, അത് പ്രചരണത്തിനും കൂടി ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് വന്നവരെയൊക്കെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആ ചേട്ടനോട് ചോദിച്ചു നോക്കും, വല്ല രക്ഷയുണ്ടോ നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് പൂരം? ഗംഭീരം. ഇവിടത്തെ തൃശ്ശൂരുകാരൻ തന്നെയാണ്? കണ്ണൂരാണ്. എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ? വരാറുണ്ട്. കണ്ണൂരിലെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? എന്തായാലും ഒരു തീരുമാനം എടുത്ത് കാണുമല്ലോ. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ആര് ജയിക്കുമെന്നൊക്കെ ഉള്ള ഒരു തീരുമാനം, ആർക്ക് വോട്ട് കൊടുക്കാന്നൊക്കെ ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ആര് ജയിക്കുമെന്നാലും അവിടെ കണ്ണൂര് ഞാൻ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലാണ്. കാസർഗോഡ് ജയിക്കും, അത് പറയാൻ പറ്റില്ല. ആ സ്ഥിതിയാണ്. ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. തീർച്ചയായും. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം. അത് 3 മുന്നണികളും തമ്മിലുണ്ടാവും. അങ്ങനെ തന്നെയാണ്. എന്തായാലും കാസർഗോട്ടെ ഒരു സാഹചര്യമാണ് ചേട്ടൻ പറഞ്ഞത്. അതായത് 3 മുന്നണികളും തമ്മിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഒരു കണക്കും സർവേ ഒക്കെ പ്രകാരം അവിടെ ഒരു 2 പാർട്ടികൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ അവിടുത്തെ റിപ്പോർട്ടറൊക്കെ പങ്കുവെക്കുന്നതനുസരിച്ച് നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകളുണ്ട് ഈ ദൃശ്യങ്ങൾ അശ്വതി കാണുന്നത് പോലെ തന്നെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം പൂരത്തിന് പങ്കെടുക്കാം, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്താം, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ആവേശവും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളും ഒക്കെ കാണാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും ഉള്ളത്. അത് കൂടുതൽ പ്രതികരണങ്ങളിൽ കൂടി നമുക്ക് പോകാം എന്നുള്ളതാണ്. ചേട്ടാ, എവിടുന്നാ വരുന്നേ? ഗുരുവായൂര്. അപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പൂരം ആവേശമൊക്കെ?
കുഴപ്പമില്ല, നല്ല ആഘോഷം, നല്ല പരിപാടിയുള്ള നല്ല എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പൊക്കെയാണ്, അറിയാലോ. ആരൊക്കെ ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നറിയോ? അറിയാം. ആർക്കൊപ്പമാണ് ഇത്തവണ? നമ്മളെല്ലാവർക്കും ഒപ്പമാണ്. എല്ലാവർക്കും ഒപ്പമുണ്ട്. 3 പേർക്കും വോട്ട് ചെയ്യാൻ പറ്റും, ഒരാൾക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് വ്യക്തിപരമായ കാര്യമില്ല. അത് ശരിയാണ്. എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തായാലും ഒരു ശക്തമായ ശരി മിഥുൻ, എന്തായാലും മിഥുന്റെ പരിപാടി വോട്ടോട്ടം അതിന്റെ പേര് അന്വർത്ഥമാക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ നന്നായി തന്നെ ഓടി കഷ്ടപ്പെടുന്നുണ്ട് മിഥുൻ. ആളുകളോട് പൂരനഗരിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരാരും അധികം പ്രതികരിക്കുന്നില്ല എന്നുള്ളിടത്താണ്. എന്തായാലും മിഥുൻ, വരും മണിക്കൂറുകളിൽ നമുക്ക് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ തേടാം. കൂടുതൽ ആളുകൾ ഓരോ മണിക്കൂറിലും കൂടി എത്തും പൂരനഗരിയിലേക്ക് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടുത്തെ കാഴ്ചകളിലേക്കും വരാം. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയെന്ന് പറയാം. ശക്തമായ പ്രചാരണത്തിലാണ് എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ. അവസാനവട്ട പ്രചാരണത്തിനായി ദേശീയ നേതാക്കളും സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കർണാടകയിലെ കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ പ്രചാരണം നടത്തും. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് കോട്ടയത്തുണ്ടാകും. വടക്കൻ ജില്ലകളിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി കണ്ണൂരിലേക്കും പോകുന്നുണ്ട്. ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിനായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രചാരണം നടത്തും. NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ പ്രചാരണത്തിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംസ്ഥാനത്തെത്തുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പൊന്നാനിയിലാണ് പ്രചാരണം നടത്തുന്നത്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്ത് നിന്നും അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി ഇന്ന് പൊന്നാനിയിലുണ്ട്. ഒപ്പം ദേശീയ നേതാക്കൾ പലയിടത്തായി പ്രചാരണത്തിനെത്തുന്നു. പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്നു എന്ന് പറയാം. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഇലക്ഷന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളെ മുൻനിർത്തിയുള്ള പ്രചാരണമാണിപ്പോൾ മലപ്പുറം ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും, അതായത് മലപ്പുറത്തും പൊന്നാനിയിലും മലപ്പുറത്തിന്റെ ഭാഗമായുള്ള വയനാട്ടിലും നടക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെയാണ്. മുഖ്യമന്ത്രി ഇന്ന് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ 3 ഇടങ്ങളിലാണ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. തൃത്താലയിലെ കൂറ്റനാടും അതുപോലെ തന്നെ ആലത്തിയൂരും താനൂരിലും. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ 3 പൊതുയോഗങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഓരോ തരത്തിലുള്ള വിവാദങ്ങൾക്കുള്ള മറുപടിയും അതുപോലെ തന്നെ പുതിയ അജണ്ടകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടിലുള്ള വിശദീകരണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകാറുണ്ട്. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കണം. നമുക്കറിയാം, പൊന്നാനി ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് തിരിച്ചുപിടിക്കാൻ വലിയ പോരാട്ടം നടത്തുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണ KS ഹംസ എന്ന മുൻ ലീഗ് നേതാവിനെ കൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അതേപോലെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചാണ് ഈ ഉദ്യമമുള്ളത്. ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് ഹംസയ്ക്ക് മുസ്ലിം ലീഗിലെ വോട്ടുകളും അതുപോലെ തന്നെ സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകളും ശേഖരിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. ഈ ഒരു തരത്തിലുള്ള അടിയൊഴുക്കിന് വേണ്ടിയാണ് പൊന്നാനിയിൽ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ അവസാന ഘട്ടത്തിലുള്ള ഈ പ്രചരണം കൂടി. എന്ന് തന്നെയാണെങ്കിലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് പൊന്നാനി മണ്ഡലത്തിലെ പോരാട്ടത്തെ ഇടതുപക്ഷം ഇത്തവണ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് DK ശിവകുമാർ വയനാട്ടിലുണ്ട്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമാണ് മലപ്പുറത്തേക്ക് എത്തുന്നത്. 4 മണിക്ക് അരീക്കോടും 5 മണിക്ക് കാളികാവും 6 മണിക്ക് നിലമ്പൂർ വഴിക്കടവിലും അദ്ദേഹത്തിന്റെ റോഡ് ഷോയും പ്രചരണ യോഗവുമുണ്ട്. വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കൾ ഈ ജില്ലയുടെ ഭാഗമായിട്ടുള്ള മറ്റ് മണ്ഡലങ്ങളിൽ എത്തുന്നു. അത്തരത്തിൽ വളരെ തിരക്കേറിയ ദിവസങ്ങളിലൂടെയാണ് ഇനി കടന്നു പോകാനുള്ളത്. ഇന്നത്തെ രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇതെല്ലാം പറയും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. എന്താണെങ്കിലും 10 മണിക്കാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. നിശ്ചയിച്ച സമയത്ത് തന്നെ അത് ആരംഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരവും. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നിന്നും S വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. വിനേഷ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് പാലക്കാടിന്റെ പ്രചാരണം, എങ്ങനെ പുരോഗമിക്കുന്നു? ഏത് ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പ്രചാരണത്തിൽ? കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിലേക്കാണ് രാഹുൽ ഗാന്ധി ഇന്നെത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഹെലികോപ്റ്ററിലെത്തും. പിന്നെ അതിനുശേഷം 3 മണിക്ക് കോട്ട മൈതാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പ്രസംഗിക്കുക. രാഹുൽ ഗാന്ധിയെ കൂടാതെ KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MM ഹസൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, ശക്തമായ പോരാട്ടം പാലക്കാടും നടക്കുന്നു. ഒപ്പം തന്നെ അടുത്ത മണ്ഡലമായ ആലത്തൂരിലും സമാനമായ സാഹചര്യമാണുള്ളത്. ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനെതിരെ രമ്യ ഹരിദാസ്, അതായത് സിറ്റിംഗ് MP കൂടിയായ രമ്യ ഹരിദാസ് ആണ് മത്സരിക്കുന്നത്. ഇവിടെയും ശക്തമായ മത്സരമാണ്. ആരാണ് ഇവിടെ
വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ പ്രവചനാതീതമാണ് ആയി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പാലക്കാട്ടേക്ക് എത്തുമ്പോൾ സിറ്റിംഗ് MP ആയ VK ശ്രീകണ്ഠനും ഒപ്പം തന്നെ A വിജയരാഘവൻ CPM-ന്റെ പൊളിറ്റിക് ബ്യൂറോ അംഗമാണ്, ഒപ്പം തന്നെ BJP-യുടെ C കൃഷ്ണകുമാറും. ഇവിടെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ UDF ജയിക്കേണ്ടതിന്റെ ഒരു അനിവാര്യത ജനങ്ങളിൽ എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി ഇന്ന് 3 മണിക്ക് ഇവിടെ പ്രസംഗിക്കുക. അതാണ് രാഹുൽ ഗാന്ധി 3 മണിക്ക് പാലക്കാട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം കോട്ടയത്തേക്കും എത്തുന്നുണ്ട് ഫ്രാൻസിസ് ജോർജിന്റെ പ്രചരണത്തിനായി ഇന്ന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നിന്നും G ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, രാഹുൽ ഗാന്ധി കോട്ടയത്തേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആവേശത്തിലാണ് അവിടെ UDF പ്രവർത്തകർ, UDF ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ, പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഈ ഒരു അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ. പല പ്രശ്നങ്ങളും ഇതിനിടെ സംഭവിച്ചിരുന്നു. UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പലിന്റെ രാജി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇതിനെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനായി എന്നതാണ് UDFന്റെ വിലയിരുത്തൽ. ഏറ്റവും അവസാന ആഴ്ച, ഈ പ്രചരണത്തിന്റെ അവസാന ആഴ്ച രാഹുൽ ഗാന്ധി എത്തുന്നത് UDF ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസത്തിന് കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് അല്പം സ്വാധീനമുണ്ടെങ്കിൽ തന്നെ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് തന്നെ വിജയിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂട്ടുന്നതിനും രാഹുൽ ഗാന്ധിയുടെ വരവ് ഗുണമാകും എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ ഉള്ളത്. എന്തായാലും തൊട്ടിപ്പുറത്ത് രാജ്നാഥ് സിംഗും ഇന്ന് രാവിലെ ജില്ലയിലെത്തുന്നുണ്ട്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കാഞ്ഞിരപ്പള്ളിയിലാണ് രാജ്നാഥ് സിംഗിന്റെ പൊതുപരിപാടി ഉള്ളത്. എന്തായാലും അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ നേതാക്കൾ എത്തുന്നു. നാളെ JP നദ്ദ കോട്ടയത്ത് റോഡ് ഷോ നടത്തുന്നുണ്ട്. അങ്ങനെ വിവിധ ക്യാമ്പുകൾ ആവേശത്തിലാണ്. ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഒരു ക്യാമ്പും എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് തമ്മിലുള്ള ചരിത്രപരമായ പോരാട്ടം കൂടി കോട്ടയത്തിന്റെ പ്രത്യേകതയിലുണ്ട്. മാത്രവുമല്ല BDJS തുഷാർ വെള്ളാപ്പള്ളി പരമാവധി വോട്ടുകൾ സമാഹരിച്ച് മുന്നേറാൻ ശ്രമിക്കുകയാണ്. 3.5 ലക്ഷം വോട്ട് നേടി താൻ ജയിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു. എന്തായാലും കടുത്ത പോരാട്ടത്തിലേക്ക് പോവുകയാണ്. തോമസ് ചാഴികാടനും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ പ്രവർത്തനം തനിക്ക് തുണയാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെയും വിലയിരുത്തൽ. എന്തായാലും കടുത്ത മത്സരം തന്നെയാണ് ഇത്തവണ കോട്ടയത്ത് ഉള്ളത്. അശ്വതി. ശരി, G ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന ദക്ഷിണ കേരള മഹാ ഇടവക. മോഡറേറ്ററായിരുന്ന ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൽ സഭാ നേതൃത്വത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. കാരക്കോട് മെഡിക്കൽ കോളേജിലെ സംവരണം എടുത്തു കളഞ്ഞത് സർക്കാരിന്റെ അറിവോടെയാണ്. ദക്ഷിണ കേരള മഹാ ഇടവകയിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്ന മുന്നണികളുടെ ആഗ്രഹം വിലപ്പോകില്ലെന്നും തെരഞ്ഞെടുപ്പിൽ സഭയ്ക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടായിരിക്കുമെന്നും അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി TT പ്രവീൺ ന്യൂസ് 18നോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ പാരമ്യത്തിലാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കും എന്ന് പറയുമ്പോഴും 25% വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്, പ്രത്യേകിച്ച് നാടാർ സമുദായത്തിൻ്റെ വോട്ട് ആർക്കായിരിക്കും എന്ന ചോദ്യമാണ് എല്ലാ മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അതിൽ കൃത്യമായ ഉത്തരം നൽകിക്കൊണ്ട് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായ ഡോക്ടർ TT പ്രവീൺ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. വലിയൊരു ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ത്രികോണ മത്സരമാണ്. സഭയ്ക്ക് ഔദ്യോഗികമായ എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കണമെന്ന്? 2024 പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥികളോടും അനുകമ്പയില്ലാത്ത നിലപാടാണ് സഭാ നേതൃത്വം എടുത്തിരിക്കുന്നത്. സമദൂര നിലപാടാണ് എടുത്തേക്കുന്നത്. എന്നാൽ നമുക്ക് നിയമസഭാ ഇലക്ഷനും നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു നിലപാട് CSI സഭയ്ക്ക് ഉണ്ടായിരിക്കുന്നതും. അല്ല, ഇത്തവണ അങ്ങനെ ഒരു നിലപാടെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഇല്ല, പല രീതിയിലുള്ള വാർത്ത. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തന്നെ രൂപതകളിൽ ജനസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ രൂപതയാണ് ദക്ഷിണ കേരള മഹാ ഇടവക. മറ്റേത് ക്രൈസ്തവ വിഭാഗത്തിനും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കില്ല. കാരണം ജനസംഖ്യ കൊണ്ട് രജിസ്റ്ററിൽ ഏകദേശം 8.5 ലക്ഷം ജനങ്ങളും 670ഓളം സഭകളും 750ഓളം മിഷണറിമാരെയും സംഭാവന ചെയ്ത ഒരു വലിയ സഭയാണ് ദക്ഷിണ കേരള മഹാ ഇടവക. ദക്ഷിണ കേരള മഹാ ഇടവക ഇത്രയധികം ജനസംഖ്യ ഉള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഭിന്നിപ്പും ഇതിനിടയിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഭിന്നിപ്പുള്ളത് കൊണ്ട് വളരെ ന്യൂനപക്ഷമായ, ഇപ്പോൾ ഈ സഭയിൽ നിന്ന് CSI സഭയിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയി കോൺഗ്രിഗേഷണൽ പാരമ്പര്യം മാത്രം നടത്തി വരുന്ന, ആ രീതിയിലുള്ള ആരാധന നടത്തി വരുന്ന 100ഓളം ജനങ്ങളുള്ളവർ തന്നെ ഞങ്ങൾക്ക് നിലപാടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് സമദൂര നിലപാട് ഈ സഭാ നേതൃത്വം എടുക്കുകയും ഈ സഭയ്ക്ക്, സഭാജനങ്ങൾക്ക്, സഭയുടെ തലമുറയ്ക്ക് നന്മ വരുന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ
സംസ്ഥാന തലത്തിൽ നമുക്ക് ആവശ്യങ്ങൾ വരും. അപ്പോഴൊരു നിലപാടെടുക്കുവാനാണ് ഈ സഭാ നേതൃത്വം. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ 2,60,000 വോട്ടുകൾ ഈ ദക്ഷിണ കേരള മഹായിടവകയിൽ നിന്ന് മാത്രം ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അവിടെ തന്നെ നെയ്യാറ്റിൻകരയിലും പാറശാലയിലുമാണ് ഏറ്റവും വലിയൊരു സ്വാധീനമുള്ള ഒരു മേഖലയിൽ, കോവളത്തുമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഷേർലി റസാലം, നേരത്തെ മോഡറേറ്ററുടെ ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ, മത്സരരംഗത്തേക്ക് ആദ്യഘട്ടത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ കാരണം എന്താണെന്നാണ് നോക്കൂ. അങ്ങനെ ഒരു അഡ്രസ്സ് നിങ്ങൾ ദൈവത്തെ ഓർത്ത് പറയല്ലോ. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ ആ പദവിയിൽ അദ്ദേഹത്തിന് ആ ഓഫീസിൽ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. അദ്ദേഹം റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ആ ഓഫീസിൽ വേറൊരു കാര്യവുമില്ല. നമ്മുടെ അഭിവന്ദ്യ മോഡറേറ്റർ തിരുമേനിയായിരുന്നു ധർമ്മരാജ് റസാലം എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൊണ്ട് സഭയെ നന്മയിലേക്ക് നയിച്ചു എന്നുള്ള കാര്യത്തിലും മാറ്റമില്ല. പക്ഷേ ഈ നോമിനേഷൻ കൊടുത്തത്, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ഈ സഭാ നേതൃത്വവുമായിട്ട് യാതൊരു പങ്കുമില്ല, സഭാ ജനങ്ങൾക്കും യാതൊരു പങ്കുമില്ല. അത് തികച്ചും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനപ്പെട്ടാണ് അവർ നോമിനേഷൻ കൊടുത്തു എന്നാണ് മനസ്സിലായത്. അങ്ങനെ വരുമ്പോൾ ഈ EDയുടെ ഒരു അന്വേഷണം ധർമ്മരാജ് റസാലത്തിനെതിരെ നടക്കുന്നുണ്ടായിരുന്നെന്നും അതിൽ ഭയം പൂണ്ടാണ് ഇത്തരമൊരു നിലപാടെടുത്തതെന്നും ഒക്കെയുള്ള ഒരു വ്യാഖ്യാനങ്ങളും അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും അടിസ്ഥാനം? തികച്ചും വ്യാജ പ്രചരണമാണ്. ഇപ്പൊ മീഡിയാസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 2017-18 കാലഘട്ടത്തിലെ കാരക്കോണം മെഡിക്കൽ കോളേജ് അഡ്മിഷന് സംബന്ധപ്പെട്ട ഒരു ED അന്വേഷണം വന്നു. അത് മറ്റാരും കൊടുത്തതല്ല. നമ്മുടെ സഭയിലെ തന്നെ ന്യൂനപക്ഷമായ സഭാവിരുദ്ധരായ ചിലരുടെ പരാതിയിന്മേലുള്ള ഒരു അന്വേഷണമാണ് ED അന്വേഷണമായിട്ട് വന്നത്. അതിൻ്റെ അന്വേഷണം ഏകദേശം ഒരു 4-5 മാസത്തോളം നടത്തപ്പെടുകയും അന്വേഷണത്തിനൊടുവിൽ അവർ കാരക്കോണം മെഡിക്കൽ കോളേജ് 95 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കണമെന്നുള്ള തീർപ്പ് കൽപ്പിക്കുകയും ആ ഫൈൻ അടച്ച ആ കേസ് തീർപ്പാക്കിയിട്ടുള്ളതുമാകുന്നു. അതിനുശേഷം മോഡറേറ്റർ പദവിയിലിരുന്നപ്പോഴും അദ്ദേഹത്തെ ആ കേസ് തീർപ്പാക്കിയതിനു ശേഷം മറ്റൊരു കേസ് ഈ സഭയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ സഭാ നേതൃത്വത്തിനെതിരെ വീണ്ടും പഴയ സഭാവിരുദ്ധർ ചില പരാതികൾ കൊടുത്ത അടിസ്ഥാനത്തിൽ എന്നെ തന്നെ ED ഓഫീസർമാർ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞത് പരാതികളുണ്ട്, അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് വിളിച്ചു വരുത്തിയത്. കേസുകളൊന്നും നിലവിലില്ല എന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഈ BJP വലിയ തരത്തിലുള്ള ഒരു പ്രചാരണം, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരയുടെ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സഭയ്ക്ക് ഈ സമദൂരം എന്ന് പറയുമ്പോഴും ആ സമദൂരം ഏതെങ്കിലും ഭാഗത്ത് ഒരു ശരി ദൂരമായി ഒരു മുന്നണിക്ക് അനുകൂലമായി മാറാനുള്ള സാഹചര്യം ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? ഞാൻ സമ്മതിദാനാവകാശം ഓരോരുത്തരുടെ അവകാശമാണ്. വ്യക്തികളെ മനസ്സിലാക്കി, പാർട്ടിയെ മനസ്സിലാക്കി അവരുടെ സമ്മതിദാന അവകാശം നിയോഗിക്കുവാൻ ഉള്ള ഒരു ഏർപ്പാടാണ് സഭാ നേതൃത്വം ചെയ്തു വരുന്നത്. സഭാധ്യക്ഷന്മാർ തനിക്കെതിരായ പരാതിയിൽ കഴമ്പില്ലെന്ന് ഷാഫി പറമ്പിൽ. CPMന്റെ കൃത്യമായ അജണ്ടയാണ് ഇതിന് പിന്നിലെ ഗൂഢലക്ഷ്യത്തെക്കുറിച്ച് തുറന്നു പറയും. ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്ന ആളല്ല താനെന്നും CPMന്റെ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും ഷാഫി ആവർത്തിച്ചു. വടകരയിൽ ഹെവി വെയിറ്റ് പോരാട്ടം നടക്കുന്ന കേരളത്തിലെ മണ്ഡലമായിട്ടുള്ള വടകരയിൽ ഷാഫി പറമ്പിലിനൊപ്പമാണ് ഇന്ന് ന്യൂസ് 18 ഉള്ളത്. ഈ പുറത്ത് കാണുന്നത് പോലെ തന്നെ വലിയ തിരക്ക്, വലിയ ജനക്കൂട്ടമാണ്. നമ്മൾ ഷാഫിയോട് തന്നെ ചോദിക്കാം. വാർത്തകളിലും വാർത്താ ഹെഡ്ലൈനുകളിലും നിറഞ്ഞു നിൽക്കുക കൂടിയാണ് ഇന്ന് വടകര ലോക്സഭാ മണ്ഡലം. പല കാരണങ്ങൾ കൊണ്ട് തന്നെ വടകര ഇളക്കി മറിക്കുകയാണല്ലോ. അതാണോ ഈ സർവേയിലൊക്കെ തോൽവി പ്രവചിച്ചാലും ഒരു വിഷയമില്ല എന്നുള്ള ആത്മവിശ്വാസം അതുകൊണ്ടാണോ? അതായത് ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം തന്നെ. നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ അന്നത്തെ പ്രോഗ്രാം പലരും അത് ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്താണെന്ന്, ലോറിയിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനെ മാച്ച് ചെയ്യുന്ന റെസ്പോൺസാണ് ഞങ്ങൾക്ക് താഴോട്ട് പോകുന്തോറും കിട്ടിയത്. നിയോജകമണ്ഡലത്തിൽ പോയപ്പം, പഞ്ചായത്ത് തലങ്ങളിൽ പോയപ്പോൾ, ഇപ്പോൾ ബൂത്ത് തലങ്ങളിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് പോസിറ്റീവാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിലെ ജയപരാജയം തീരുമാനിക്കുന്ന ജനങ്ങളാണല്ലോ. പിന്നെ സർവേ എതിരായ എക്സ്പീരിയൻസ് മുമ്പും ഉണ്ട്. അപ്പം അത് ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പം ജനങ്ങളുടെ റെസ്പോൺസ് കാണുമ്പം നമുക്ക് ഉള്ള ചെറിയ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ്. കംഫർട്ടബിളായിട്ട് ജയിക്കാൻ കഴിയും. മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത രീതിയിൽ ആരോപണങ്ങൾ, പരാതികൾ, ആ രീതിയിലുള്ള വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു വടകര മണ്ഡലം. അതിന് കൃത്യമായിട്ട് UDF സ്ഥാനാർത്ഥിക്ക് മറുപടി കൊടുക്കുന്നതിന് ഒരല്പം താമസം വന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? ഞാൻ അതിന് മറുപടി കൊടുക്കാത്ത യാഥാർത്ഥ്യമായിട്ട് പുലബന്ധമില്ലാത്ത പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത്. അപ്പോൾ അതിന് മറുപടി മുന്നണിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അധികം വൈകാതെ അത് പറയും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു ആരോപണം
എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിക്കപ്പെടുമ്പോൾ അത് ജനങ്ങൾക്ക് മുൻപാകെ കുറച്ചും കൂടെ വിശദമാക്കേണ്ടതല്ലേ? ഞങ്ങളുടെ പാർട്ടി മുന്നണിയും ഒക്കെ വിശദമാക്കിയിട്ടുണ്ട്. ഞാനും പറയാതെ ഇരിക്കില്ല. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഞാൻ ഒന്നും വേണ്ട, നിങ്ങളൊക്കെ എന്നെ എത്ര വർഷമായിട്ട് കാണുന്നു, അസംബ്ലിയിലും അല്ലാതെയും പുറത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും എന്റെ പ്രസംഗവും എന്റെ അസംബ്ലി സ്പീച്ചും ഉൾപ്പെടെ എല്ലാം കാണുന്ന ആളുകളാണ്. ഞാനും 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതല്ലേ. അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്കും അറിയാലോ, നമ്മൾ ഏത് രീതിയിലാണ് ഇലക്ഷനെ ഫേസ് ചെയ്യാറുള്ളത്, ഇതുവരെയും എങ്ങനെ ഇലക്ഷൻ നേരിട്ടുള്ളതൊക്കെ നിങ്ങൾക്കും അറിയാം. അതിൽ എന്റെ പേരൊക്കെ അത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചഴക്കുന്നത് ഒരുപക്ഷെ പാർട്ടി നിർദ്ദേശമായിരിക്കും. അപ്പൊ അതിന് കൃത്യമായിട്ട് മറുപടി ഉണ്ട്. അത് ഞാൻ എല്ലാ മാധ്യമങ്ങളും കൂടെ കണ്ടിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ പറയുന്നത്. അതായത് മറ്റ് ഒരുപക്ഷെ കോൺഗ്രസും UDF-ഉം ഉന്നയിക്കുന്ന ബോംബ് രാഷ്ട്രീയത്തിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്നാണ് കെ മുരളീധരൻ ഇന്ന് രാവിലെ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയം കൂടെ ഉണ്ടാവണേ എല്ലാരും കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജെനുവിൻ ആയിട്ടുള്ള ജനങ്ങളെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഇവിടെ പറയാനുണ്ട്. ആ ഇഷ്യൂസ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് എത്തുന്നില്ല. പല ക്യാമ്പയിനിൽ പോകുമ്പോൾ ആൾക്കാർ പറയുന്ന ആ പോയിന്റ് വിട്ടുപോയി. ഇപ്പൊ ഇവിടുന്ന് എന്നോട് പറഞ്ഞു സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല, പ്രസംഗത്തിൽ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല. ഇങ്ങനെ ഒരുപാട് ജെനുവിൻ ഇഷ്യൂസ് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂ ഡീവിയേഷന്റെ ആവശ്യം വരുന്നില്ല. ഇതിനൊപ്പമാണ് ഇവിടെ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ഗ്രേവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം അതിനകത്ത് റിമാൻഡ് റിപ്പോർട്ടിൽ പോലും പറയുന്നത് ഇത് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന് ഇതിലെ പ്രതികൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ കിടന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങൾക്കെതിരെ വരുമായിരുന്നു, ഞങ്ങളുടെ ആർക്കെങ്കിലും പരിക്കേൽക്കുമായിരുന്നു, ഞങ്ങളുടെ ആർക്കെങ്കിലും ജീവൻ പോകുമായിരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതൊരു സീരിയസ് പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. അപ്പൊ അത്തരം ഇഷ്യൂസ് വരുമ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ചില തരത്തിലുള്ള കാര്യങ്ങൾ പറയാം. മൊത്തം പാർലമെന്റ് ഇലക്ഷനിൽ ഓരോ സ്ഥാനാർത്ഥിയും നേരിടുന്ന കാര്യങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള നേരിടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിട്ട് പറയട്ടെ, ഞങ്ങളാണോ അത്തരം സൈബർ അറ്റാക്കിനെ ഓൺ ചെയ്തത് അതോ വേറെ ചിലരാണോ എന്നുള്ളത് ഒരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തട്ടെ. ജനങ്ങളെയും മാധ്യമങ്ങളെയും കണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ രീതിയിൽ സൈബർ പിന്തുണയുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ. ആ രീതിയിൽ സൈബർ ലോകത്ത് വലിയ പിന്തുണയുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് സ്വാഭാവികമല്ലേ? അല്ല, എന്തിനാണ് അതിലെവിടെയാ സ്വാഭാവികത? എനിക്ക് ഒരു ഗുണമില്ലാത്തൊരു കാര്യം ഈ ഇലക്ഷനെ സംബന്ധിച്ചോ പൊതുപ്രവർത്തകൻ എന്നുള്ള ലേബലിനെ സംബന്ധിച്ചോ ഒരു തരത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യാത്തൊരു കാര്യം എന്റെ അറിവോടെ 4 ആളുടെ മുമ്പിൽ ചെയ്യാൻ ഞാൻ പറയില്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്നതല്ലേ. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. തേക്കിൻകാടിന്റെ മണ്ണിൽ തെക്കോട്ടിറക്കത്തിന്റെ ആരവം. തിരുവമ്പാടിയും പാറമേക്കാവും മുഖാമുഖം നിന്നു മാറുന്ന കുടകളുടെ വർണ്ണപ്രപഞ്ചം. വിളംബരം മുതൽ ഉപചാരം ചൊല്ലൽ വരെ സകല പൂരക്കാഴ്ചകളും സമഗ്രമായി. പൂരാരവം ന്യൂസ് 18 കേരളത്തിൽ. പൂരാരവം കോ-പവർഡ് ബൈ പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. ആൻഡ് NITC, ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്.
മാസപ്പടി കേസിൽ CMRL പ്രതിനിധികളുടെ ചോദ്യം ചെയ്യൽ തുടരും. CMRLലെ 5 ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പുറമെ ഇന്നലെ ആലുവയിലെ വീട്ടിലെത്തി ശശിധരൻ കർത്തയെ ED സംഘം ചോദ്യം ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ രേഖകളുടെ വിശദമായ പരിശോധന തുടരുകയാണ്. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഈ കേസിൽ ഇത്തരത്തിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ, സേവനത്തിന്റെ രേഖകളൊക്കെ ഹാജരാക്കണമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അത് അതീവ രഹസ്യമായ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഹാജരാക്കാൻ കഴിയില്ല എന്ന് CMRL നേരത്തെ നിലപാടെടുത്തിരുന്നല്ലോ. അതിന് പിന്നാലെ നടന്ന ഈ റെയ്ഡിൽ അത്തരത്തിലുള്ള രേഖകൾ തന്നെയാണ് ഈ കർത്തയുടെ വീട്ടിൽ നിന്നും, ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നും ED പിടിച്ചെടുത്തിരിക്കുന്നത്. അശ്വതി, ഈ രേഖകളുടെ സൂക്ഷ്മമായ പരിശോധനകൾ നടന്നു വരികയാണ്. ആ കരാറുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നായിരുന്നു നേരത്തെയും തന്നെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അവർ അതിന് തയ്യാറായിരുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് രഹസ്യ സ്വഭാവമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് ആ കമ്പനിയുടെ പോളിസിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളടക്കമുള്ള ബന്ധപ്പെട്ടതാണ് എന്നതടക്കം ഇവർ വ്യക്തമാക്കുകയുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെയും MD അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കരാർ നടന്നിരിക്കുന്നതും പണം നൽകിയിരിക്കുന്നതും എല്ലാം അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ശശിധരൻ കർത്തയ്ക്ക് 2 തവണ നോട്ടീസ് അയക്കുകയും ചെയ്തത്. പക്ഷേ ഈ നോട്ടീസ് എല്ലാം തന്നെ നിരാകരിക്കപ്പെട്ടതോടെയാണ് വളരെ പെട്ടെന്ന് നാടകീയമായി ഇന്നലെ പരിശോധനകളടക്കം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ED ചെല്ലുകയും ചെയ്തത്. നാളെ ഈ കേസ് ഹൈക്കോടതി മുൻപാകെ വരുന്നുണ്ട്. ഈ ശശിധരൻ കർത്തയ്ക്ക് ഈ സാവകാശം അനുവദിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം മുൻപായിട്ട് തന്നെയാണ് ED അന്വേഷണ ഉദ്യോഗസ്ഥ സംഘം അവിടേക്ക് ചെല്ലുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നത്. ഇതിൽ ചില രേഖകൾ പിടിച്ചെടുത്തു. മാത്രമല്ല ചില രേഖകളുടെ പകർപ്പ് ED അവിടെ നിന്ന് എടുക്കുകയും ചെയ്തു. ഇന്നലെ പ്രിന്റിംഗ് മെഷീൻ സംവിധാനം അടക്കമാണ് ED അവിടേക്ക് ചെന്നത്. അതിൽ അവർ അതിൻ്റെ പകർപ്പുകൾ എടുത്തു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ എത്രമാത്രം ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ എത്രമാത്രം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ അതിൻ്റെ പരിശോധനകൾ നടക്കും. അതിനുശേഷമായിരിക്കും EDയുടെ തുടർ നടപടികൾ ഉണ്ടാകുക. പ്രത്യേകിച്ച് നാളെ ഈ കേസ് പരിഗണിക്കുന്ന വേളയിലായിരിക്കും ഒരുപക്ഷെ എന്തൊക്കെയാണ് അവിടെ നിന്ന് കണ്ടെടുത്തതും ആ രേഖകളുടെ സ്വഭാവം എന്താണ്, എക്സാലോജിക്കുമായി അത് എന്തുമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം ഒരുപക്ഷെ ഹൈക്കോടതിയിലായിരിക്കും ഇത് സംബന്ധിയായി നൽകുക. കാരണം EDയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള അന്വേഷണം അതിൻ്റെ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്നു. എക്സാലോജിക്കിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെയാണ് ശശിധരൻ കർത്തയുടെ വസതിയിലടക്കം പരിശോധന നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തുടർ നടപടികളുടെ ഭാഗമാണ് ഈ രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെ. നാളെ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ അത് വിശദമാക്കുകയും ചെയ്യും. ഇന്നും ഉദ്യോഗസ്ഥർ ഹാജരാകാനുള്ള സജീവ സാധ്യത തന്നെയാണ് ഉള്ളത്. ശരി ഡാനി. ആലപ്പുഴയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആക്ഷൻ പ്ലാനുമായി ജില്ലാ ഭരണകൂടം പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്ന് നശിപ്പിക്കുന്നതിനുള്ള കള്ളിംഗ് നടപടികൾ ആരംഭിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ദ്രുതകർമ്മസേനയും അനുബന്ധ ഒരുക്കങ്ങളും എത്രയും വേഗം മൃഗസംരക്ഷണ വകുപ്പ് പൂർത്തിയാക്കും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ അനാവശ്യമായി ഭീതിപ്പെടേണ്ട കാര്യമില്ലെന്നും നിലവിൽ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയില്ലെന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കർഷകരും കടുത്ത പ്രതിസന്ധിയിലാണ്. ഈ കാലാവസ്ഥ പ്രശ്നം കാരണം ഉണ്ടായതാണെന്നാണ് നമുക്കൊരു ഇത് നമ്മുടെ ജീവിതമാർഗം ഇത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. വേറെ മാർഗങ്ങളൊന്നും ആയിട്ട് നമ്മുടെ കയ്യിലില്ല. ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. വർഷത്തിലൊരു പ്രാവശ്യം കിട്ടുന്ന ഒരു കോള അതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് അടിച്ചു തല്ലി പോവുകയും വരികയും ചെയ്യാണ് എന്നെ എടുക്കും. കടം മേടിച്ചു വായ്പ മേടിച്ചും ഒക്കെ ഇതിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൊടുക്കാൻ പോലും മാർഗമില്ല. മനുഷ്യൻ എന്നാ സ്ഥിതിയിലെത്തുമെന്നുള്ള സ്ഥിതി വ്യാകുലപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ചൂട് വന്നതിന്റെ ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ചൂടിന്റെ ഇതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. അല്ല ഒരു കുഴപ്പമില്ല, കിടന്ന 6 കുഞ്ഞായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ കാര്യം എന്നാന്നാണ് നമുക്കും ആലോചിച്ചിരിക്കുന്നത്. എത്ര താറാവുണ്ടായിരുന്നു? 7500 താറാം കുഞ്ഞായിരുന്നു. എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. എന്നാ പ്രായമുള്ള? ഇത് 66 ദിവസം പ്രായമായി. 66 ദിവസം പ്രായമായ താറാം കുഞ്ഞാണ്. നമുക്കൊരു 10-30 കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതിയൊക്കെ ഇതാക്കി ഒഴിച്ചു. എന്നാ പറ്റി എന്നാ സംഭവിച്ചെന്നൊന്നും നമുക്കൊരു പിടിയില്ല. ഒരു കുഴപ്പമില്ല. ഇതിന്റെ പെട്ടയ്ക്ക് വേറെ താറാവൊന്നും ഇല്ലായിരുന്നു, വേറെ കല്യൊന്നും ഇല്ലായിരുന്നു. 3 ദിവസമായി UAEയിൽ പെയ്ത ശക്തമായ മഴയ്ക്ക് ശമനമായി. റോഡുകളിലും താമസ സ്ഥലങ്ങളിലും മറ്റ് കെട്ടിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. ഒമാനിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 20ആയി. റാസൽ ഖൈമയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒരു മരണം
സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് റോഡ്, ട്രെയിൻ, വ്യോമഗതാഗത സംവിധാനങ്ങളെല്ലാം താറുമാറായി. 75 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണ് UAEയിൽ ലഭിച്ചത്. ദുബായിലെ മഴ കാരണം കൊച്ചിയിൽ നിന്നും വിമാനങ്ങൾ റദ്ദാക്കി. രാത്രി 10:20 കൊച്ചിയിൽ നിന്ന് പോകേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം പുറപ്പെട്ടിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12:15 പുറപ്പെടുമെന്നാണ് അറിയിപ്പ്. ഇന്ന് രാവിലെ 10:30 ദുബായിക്ക് പുറപ്പെടേണ്ട എമിറേറ്റ് വിമാനം ഉച്ചയ്ക്ക് 12:30 പുറപ്പെടും. വൈകിട്ട് 5:05 ദുബായിൽ നിന്ന് എത്തേണ്ട ഇൻഡിഗോ വിമാനവും പുലർച്ചെ 2:45 എത്തേണ്ട ഇൻഡിഗോയുടെ ദോഹ വിമാനവും റദ്ദാക്കി. പുലർച്ചെ 3:15 എത്തേണ്ടിയിരുന്ന എയർ അറേബ്യയുടെ ഷാർജ വിമാനവും റദ്ദാക്കി. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ കുടുങ്ങിയ മലയാളികളുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടൽ ശക്തമാക്കിയെന്ന് വി മുരളീധരൻ. സർക്കാരും എംബസിയും മലയാളികളുടെ മോചനത്തിന് ശ്രമങ്ങൾ തുടങ്ങി. വൈകാതെ മോചനം സാധ്യമാകുമെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇസ്രായേലി കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് അതിലുള്ള 17 ഇന്ത്യക്കാർ, ആ 17 ഇന്ത്യക്കാരിൽ 4 മലയാളികളും ഉൾപ്പെടും. അവരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കേന്ദ്ര സർക്കാർ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മോചനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ എംബസി ഇറാൻ അധികൃതരുമായും വിദേശകാര്യ വകുപ്പുമായും ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മോചനം സാധ്യമാക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പാലക്കാട് നിന്ന് ഉടൻ സർവീസ് ആരംഭിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഉദയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഇന്നലെ പാലക്കാട് എത്തി. തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പാലക്കാട് നിന്നും സർവീസ് ആരംഭിക്കുക. ഉദയ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ നിലവിൽ കോയമ്പത്തൂർ ബംഗളൂരു റൂട്ടിലാണ് ഓടുന്നത്. മെയ് മാസത്തോടെ പാലക്കാട്ടേക്ക് നീട്ടുകയെന്നതാണ് സദേൺ റെയിൽവേയുടെ ലക്ഷ്യം. നിലവിൽ നഷ്ടത്തിലോടുന്ന ഉദയ ഡബിൾ ഡെക്കർ ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതോടെ യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്നതിനപ്പുറം വരുമാനവും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പാലക്കാട് പൊള്ളാച്ചി കോയമ്പത്തൂർ റൂട്ടിൽ ട്രാക്കും പ്ലാറ്റ്ഫോമും ഡബിൾ ഡെക്കറിന് യോജ്യമാണോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിരുന്നു പരീക്ഷണയോട്ടം. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ പാലക്കാട് എത്തിയപ്പോൾ യാത്രക്കാരും ആവേശത്തിലായി. സേലം ഡിവിഷന് കീഴിൽ 2 വർഷം മുമ്പ് ആരംഭിച്ച ഉദയ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പുലർച്ചെ 5:45 കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:40 ബംഗളൂരുവിൽ എത്തുകയാണ് പതിവ്. ഉച്ചയ്ക്ക് ശേഷം 2:40 ബംഗളൂരുവിൽ നിന്നെടുത്ത് രാത്രി 9:30 കോയമ്പത്തൂരിൽ തിരിച്ചെത്തുകയും ചെയ്യുന്നു. പൊതുവെ ട്രെയിൻ സർവീസ് കുറഞ്ഞ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ ഉദയ എത്തുന്നതോടെ യാത്രക്കാർക്കിത് ഗുണകരമാകും. പാലക്കാട് നിന്ന് ഏതാണ്ട് കുറേ ആളുകൾ ഈ IT മേഖലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ദിവസവും ബസ് ഉൾപ്പെടെ KSRTC ബസ് ഉൾപ്പെടെ എയർ ബസ് ഉൾപ്പെടെ ഉള്ള ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരമായിട്ടായിരിക്കും ഈ ട്രെയിൻ വരുന്നത്. അതുകൂടാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് ഇങ്ങനെയൊരു ട്രെയിൻ പാലക്കാട്ട് നിന്ന് തുടങ്ങുന്നത് തന്നെ നമുക്ക് പാലക്കാടുകാർക്ക് ഭയങ്കര മെച്ചമുള്ളതാണ്. കോയമ്പത്തൂർ ബംഗളൂരു വന്ദേ ഭാരത് വന്നതോടെയാണ് ഉദയ ഡബിൾ ഡെക്കർ നഷ്ടത്തിലായത്. ഉദയ എത്തുന്നതോടെ പാലക്കാട് നിന്ന് ബംഗളൂരുവിലേക്കും തിരിച്ചും പകൽ സമയത്ത് ഒരു ട്രെയിൻ കൂടിയാവും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ അവധിക്കാല നീന്തൽ പരിശീലനത്തിന് രജിസ്ട്രേഷൻ തുടരുകയാണ്. ഏത് പ്രായക്കാർക്കും പരിശീലനത്തിൽ പങ്കുചേരാം. H2O ഹബ് അക്വാട്ടിക് സെന്ററാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. അടുത്ത ബാച്ച് നാളെ മുതൽ മെയ് 11 വരെയും 3ാം ബാച്ച് മെയ് 12 മുതൽ ജൂൺ 2 വരെയും നടക്കും. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനത്തിന് സൗകര്യമുണ്ട്. വിശദവിവരങ്ങൾക്ക് 9048567468 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കോഴിക്കോട് മുക്കം PC ജംഗ്ഷനിൽ ടിപ്പറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഉറങ്ങാട്ടേരി സ്വദേശി ഷിലുമോനാണ് മരിച്ചത്. ടിപ്പർ ലോറി ബൈക്കിന് പിറകിൽ ഇടിക്കുകയായിരുന്നു. രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. കണ്ണൂർ മണിക്കടവിൽ വീണ്ടും കാട്ടാന. വൈകിട്ട് ജനവാസ മേഖലയിലിറങ്ങിയ മോഴയാനയെ വനപാലകരും നാട്ടുകാരും കാട്ടിലേക്ക് തുരത്തി. രാത്രിയോടെ വീണ്ടും വനാതിർത്തിയിലെത്തിയ കാട്ടാനയെ RRTയും നാട്ടുകാരും ചേർന്ന് ഉൾവനത്തിലേക്ക് തുരത്തി. രാത്രി പ്രദേശത്ത് വനംവകുപ്പ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ഈ മാസം ഇത് 4ാം തവണയാണ് കാട്ടാന ജനവാസ മേഖലയിലിറങ്ങുന്നത്. സമഗ്രമായൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.
രീതിയിലാണ്